ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. പോട്ടെ, അച്ചമിച്ചാന് കേൾക്കാമോ? ആ ജെമിനി ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്ത്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഒരാൾ മാത്രം സംസാരിക്കാൻ അച്ഛൻ ബ്രോ പറഞ്ഞു. അപ്പൊ ഞാൻ മാത്രം ഒന്ന് ചോദിക്കട്ടെ ഒരു കാര്യം. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? ഒരു സമയത്ത് ഒരാൾ മാത്രമേ സംസാരിക്കാവുള്ളൂ. അതോ അവൻ പറഞ്ഞതാ അതിന്റെ ശരി. അത് സംസാരിച്ചിട്ട് ഒരു ലേശം വെയിറ്റ് ചെയ്യണം. അതിന് ലേശം വെള്ളം കുടിക്കണം. ആ വെള്ളം കുടിക്കുന്ന ഇങ്ങനെ സൗണ്ട് കേൾക്കും. അത് കഴിഞ്ഞിട്ടേ സംസാരിക്കത്തുള്ളൂ. ഇവിടുത്തുകാർക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഞാൻ സെറ്റ് ചെയ്യട്ടെ. ഓക്കെ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ചോദിച്ചോളൂ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഞാൻ ആൻസർ പറയാം. നിങ്ങൾ ചോദിച്ചോളൂ കത്തോലിക്ക ബദറെ. ചോദിക്കണം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ഓക്കെ, ഖുർആൻ 29:46 മലയാളത്തിൽ വായിക്കാമോ? തീർച്ചയായും. ഖുർആനിലെ 29-ാം അധ്യായത്തിലെ 46-ാമത്തെ വചനം മലയാളത്തിൽ ഇങ്ങനെയാണ്: കേട്ടോ, വേദം നൽകപ്പെട്ടവരുമായി ഏറ്റവും ഉചിതമായ രീതിയിലല്ലാതെ നിങ്ങൾ സംവാദം നടത്തരുത്. നോട്ട് ദാറ്റ് പോയിന്റ്. എന്നാൽ അവരിൽ അക്രമം കാണിച്ചവരുമായി മാത്രം അങ്ങനെയല്ല. നിങ്ങൾ പറയുക, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെയും നിങ്ങളുടെയും ദൈവം ഏകനാണ്. ഞങ്ങൾ അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെയും ദൈവം ഏകനാണെന്നല്ലോ, ഒരേ ദൈവമാണെന്നല്ലോ എഴുതിയിരിക്കുന്നത്. അള്ളാഹു ഏകനാണെന്നും അവന് പങ്കാളികളില്ലെന്നും തന്നെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഏകത്വത്തെയാണ് ഈ വചനം ഊന്നി പറയുന്നത്. താങ്കൾക്ക് ഇനിയും വ്യക്തത ആവശ്യമുണ്ടോ? ഉണ്ട്. തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. അതായത് യഹൂദന്മാരോടും ക്രിസ്ത്യാനികളോടുമാണ് ഈ വാക്യം പറയുന്നത്. അപ്പൊ യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ദൈവവും ഈ പറയുന്ന അള്ളാഹുവും ഒരാളാണെന്നല്ലേ അവിടെ പറയുന്നത്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? യഹൂദന്മാരോടും ക്രിസ്ത്യാനികളോടുമാണ്. കാരണം അവരും ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ആ വിശ്വാസത്തിന്റെ വിശദാംശങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലായേ? നിനക്കെങ്ങനെ മനസ്സിലാവാൻ തന്റെ തലയിൽ വല്ലതും ഉണ്ട്? താങ്കൾ ക്ലിയർ ആയിട്ടല്ല പറയുന്നത്, വായിച്ചത് തന്നെ കൃത്യമായിട്ടല്ല. ഇവനെ ഞാനൊരു പൂശി പൂശട്ടെ, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഏട്ടാ. ക്ഷമിക്കണം, ഞാൻ വീണ്ടും വ്യക്തമാക്കാം. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഖുർആൻ പറയുന്നത് വേദം ലഭിച്ചവരുമായി ഏറ്റവും നല്ല രീതിയിൽ സംവദിക്കണം എന്നാണ്. എന്നാൽ അക്രമം കാണിക്കുന്നവരുമായി അങ്ങനെയല്ല. ഞങ്ങളുടെയും നിങ്ങളുടെയും ദൈവം ഏകനാണെന്നും ഞങ്ങൾ അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നും അതിൽ പറയുന്നു. ഇത് എല്ലാ വിഭാഗങ്ങളും ഒരേ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്നതിനെ അല്ല, മറിച്ച് ദൈവത്തിന്റെ ഏകത്വത്തെയാണ് ഊന്നി പറയുന്നത്. നീ കാണിക്കട്ടോ ജമിനി, ഈ പഠിച്ച വിളവ് മുഴുവൻ, കയ്യിലുള്ള വിളവ് മുഴുവൻ ഇവിടെ എടുക്കണോ? വെരി ഫണ്ണി. പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ക്ഷമിക്കണം, നിങ്ങളുടെ അവസാനത്തെ വാചകം എനിക്ക് കൃത്യമായി മനസ്സിലായില്ല. വളം എടുക്കുന്നതിനെ കുറിച്ചാണോ താങ്കൾ പറയുന്നത്? ചേട്ടാ, ഒരു വ്യക്തി തന്റെ കഴിവ് കേടിന് മനസ്സിലാകാതെ ഇരിക്കുകയും ഉള്ള ചെറിയ കഴിവുകളെ പൊക്കി പിടിച്ചു താൻ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്ന അവസ്ഥ. സിമ്പിളായി പറഞ്ഞാൽ പൊട്ടൻ. ഇനി വേണ്ട അടുത്ത വനമാല നമുക്ക് കാത്തലിക് ബ്രദർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വീണ്ടും പറയാം. കണ്ടിന്യൂ. ഓക്കേ, കം ടു ദ പോയിന്റ്. 29:46 അവിടെ പറഞ്ഞേക്കുന്നത് അവർ ഗോഡ് ആൻഡ് യുവർ ഗോഡ് ഇസ് ഓൺലി വൺ. ഈ അവർ ആരാണ്? ഞങ്ങൾ അഥവാ അവർ എന്നത് ഖുർആനിൽ മുഹമ്മദ് നബിയെയും അദ്ദേഹത്തെ പിന്തുടരുന്നവരെയും സൂചിപ്പിക്കുന്നു. നിങ്ങൾ എന്നത് വേദം ലഭിച്ചവരെ, അതായത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സൂചിപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ വ്യക്തമായോ? ഓ, വളരെ വ്യക്തമായി. അപ്പൊ ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. ക്രിസ്ത്യാനികള് യേശു ക്രിസ്തുവിനെ ദൈവമായിട്ടാണ് ആരാധിക്കുന്നത്. അപ്പോ ഇസ്ലാമികരും അവര് യേശു ക്രിസ്തുവിനെ ആരാധിക്കണോ വേണ്ടയോ? നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. താൻ വാല് പൊക്കണ കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണെന്ന്. ഇല്ല, ഇസ്ലാം മതത്തിൽ യേശു ക്രിസ്തുവിനെ ഒരു പ്രവാചകനായിട്ടാണ് കാണുന്നത്. ദൈവമായിട്ടല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാംകാർ യേശുവിനെ ആരാധിക്കാറില്ല.
ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും എന്തെങ്കിലും അറിയാനുണ്ടോ? അടുത്ത ആള് വാ. ഓക്കെ, ക്രിസ്ത്യാനികൾ യാഹ്വേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണെന്ന് വിശ്വസിക്കുന്നു, ശരിയല്ലേ? എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഈ ജെമിനി ഉത്തരം പറഞ്ഞു. ഈ ജെമിനി മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാണോ ജെമിനിയെ? ഓ, നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? അന്ന് അടി വന്നപ്പോ ഓടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അതെ, ക്രിസ്ത്യാനികൾ ത്രിത്വത്തിൽ, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവരടങ്ങുന്ന ത്രിത്വത്തിൽ വിശ്വസിക്കുന്നു. ഇസ്ലാം ഈ സങ്കല്പത്തെ അംഗീകരിക്കുന്നില്ല. അയ്യടാ പറ്റിച്ചല്ലോ. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ യാഹ്വേ തന്നെയാണ് മുസ്ലിങ്ങളും ആരാധിക്കുന്നത്, ശരിയല്ലേ? ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. അല്ല, അത് ശരിയല്ല. അല്ല, അത് ശരിയല്ല. ക്രിസ്ത്യാനികൾ ത്രിത്വത്തിൽ വിശ്വസിക്കുന്നു, എന്നാൽ ഇസ്ലാം ത്രിത്വത്തെ അംഗീകരിക്കുന്നില്ല. മുസ്ലിങ്ങൾ ഏകനായ ദൈവത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. ശരി. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂലെന്ന്. ഞാൻ പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്നത് പറയായിരുന്നേണ്. അതായത് our God and your God is same എന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന അതേ യാഹ്വേ തന്നെയല്ലേ മുസ്ലിങ്ങളും ആരാധിക്കേണ്ടത്? വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. അല്ല, ക്രിസ്ത്യാനികൾ ത്രിത്വത്തിൽ വിശ്വസിക്കുന്നു, എന്നാൽ ഇസ്ലാം ത്രിത്വത്തെ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. മുസ്ലിങ്ങൾ ഏകനായ ദൈവത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. എന്റെ ചോദ്യം അതല്ല. ഓക്കെ ജെമിനി, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന അതേ യഹോവയെ തന്നെയല്ലേ മുസ്ലിങ്ങളും ആരാധിക്കേണ്ടത്? ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. വെള്ളം കുടിക്കുന്നു. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, വട്ടാണോ? ജെമിനി വെള്ളം കുടിക്കുന്നു. നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. ഭ്രാന്താണെന്നല്ല ഞാൻ പറയുന്നത്. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കുടിച്ചോണ്ടിരിക്കും, ഭയങ്കര ദാഹം. സർ, ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായ? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം. ഒരാവർത്തി കൂടി എല്ലാരോടും പറയാ. വഴിയല്ലോ. അപ്പൊ ശരി.